10ാം ക്ലാസ്സിനാണെങ്കിലും പ്ലസ് ടുവിനാണെങ്കിലും അതുപോലെ തന്നെ മറ്റു ക്ലാസ്സിലുള്ളവരാണെങ്കിലും ഒക്കെ എല്ലാവരും പരീക്ഷയുമായിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയേണ്ട കാര്യമായിരിക്കും എങ്ങനെ നല്ലോണം പെട്ടെന്ന് പഠിക്കുക, പഠിച്ച കാര്യങ്ങൾ പരീക്ഷയ്ക്ക് എങ്ങനെ ഓർമ്മയിൽ വെച്ചിരിക്കുക എന്നുള്ളത്. സോ ഏതൊരു കാര്യവും നമുക്ക് ഈസി ആയിട്ട് എളുപ്പം പഠിക്കാനും അത് വർഷങ്ങളോളം ഓർമ്മയിൽ വെച്ചിരിക്കാനുള്ള ഒരു ടെക്നിക്കിനെ പറ്റിയിട്ടാണ്, ഒരു സിമ്പിൾ ടെക്നിക്കിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഫെയ്ൻമാൻ ടെക്നിക് എന്നാണ് ഇതിന് പറയാം. ഇതിൽ വെറും 4 കാര്യങ്ങൾ മാത്രമാണ് നമ്മളെ കൊണ്ട് ചെയ്യാനായിട്ട് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമുക്ക് എന്താണ് പഠിക്കേണ്ടതെന്നുള്ളത് തിരഞ്ഞെടുക്കുക. എന്നിട്ട് അതിനെ ഒരു പേപ്പറിൽ ഹെഡിങ് ആയിട്ട് എഴുതുക. എക്സാമ്പിൾ, നമുക്ക് പഠിക്കേണ്ട കാര്യം ബിഗ് ബാങ് തിയറി ആണെന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിന് മുകളിലായിട്ട് ബിഗ് ബാങ് തിയറി എന്ന് ഹെഡിങ് ആയിട്ട് എഴുതുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിന് നമുക്ക് എത്ര സിമ്പിളായിട്ട് അതിലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ഒന്നും യൂസ് ചെയ്യാതെ എത്ര ചുരുക്കി പഠിക്കാനായിട്ട് പറ്റുമോ അത്രയും സിമ്പിളായിട്ട് പഠിക്കുക. അതായത് ആദ്യം തന്നെ അതിലുള്ള ഹാർഡസ്റ്റ് ആയിട്ടുള്ള വാക്കുകളൊക്കെ പഠിക്കുന്നതിന് പകരം ആദ്യം അതൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് നമ്മളെ കൊണ്ട് എത്ര സിമ്പിളായിട്ട് പഠിക്കാനായിട്ട് പറ്റുമോ അത്രയും സിമ്പിളായിട്ട് പഠിക്കുക. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞ ബിഗ് ബാങ് തിയറി തന്നെ എടുക്കുകയാണെങ്കിൽ അത് ആരാ കണ്ടുപിടിച്ച്, എപ്പോഴാ കണ്ടുപിടിച്ച്, പിന്നെ അതിനകത്തുള്ള ടെക്നിക്കൽ ടേംസ്, അതിന്റെ ഫോർമുല എങ്ങനെ വന്നു, എന്തുകൊണ്ട് വന്നു, ഇതിനെ പറ്റിയിട്ടൊന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ലോകം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ പറ്റി സയന്റിസ്റ്റുകളുടെ വിവരണമാണ് ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നത്. ഇതെങ്ങനെയാ അവർ കണ്ടുപിടിച്ചിട്ടുണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനിടയ്ക്ക് അവർ അവിടെ നിന്ന് ലോകത്തിനെ വീക്ഷിച്ചിട്ടുണ്ടാവും. അങ്ങനെ വീക്ഷിക്കുന്ന സമയത്ത് അവർ ലോകത്തിനെ ചുവപ്പ് നിറത്തിൽ കണ്ടിട്ടുണ്ടാവും. ചുവപ്പ് നിറത്തിന് അർത്ഥം ലോകം എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. സോ ഇതിന് ബേസ് ചെയ്തിട്ടാണ് അവർ ബിഗ് ബാങ് തിയറി കണ്ടുപിടിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യം ഒരു 3-4 ലൈനിൽ മാത്രമായിട്ട് മാക്സിമം ചുരുക്കി എഴുതാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച കാര്യം അതിനെപ്പറ്റി ഒന്നും അറിയാത്ത ബേസിക് ആയിട്ടുള്ള ഏതാനും കാര്യങ്ങൾ മാത്രം അറിയുന്ന 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യന് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നത് പോലെ വിചാരിച്ചുകൊണ്ട് സ്വയം എക്സ്പ്ലെയിൻ ചെയ്യുക. അതായത് നിങ്ങൾ ഒരു പ്ലെയിൻ ഷീറ്റ് എടുക്കുക, എന്നിട്ട് അതിൽ നിങ്ങൾ പഠിച്ച കാര്യം ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക്, ഇതിനെ പറ്റിയിട്ട് ബേസിക് ആയിട്ടുള്ള ഏതാനും കാര്യങ്ങൾ മാത്രം അറിയാവുന്ന കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത് പോലെ നിങ്ങൾ തന്നെ അതിനെ അത്രയും വ്യക്തമായി അവൻ്റെ ആ ഒരു ബേസിക് ആയിട്ടുള്ള ലാംഗ്വേജിൽ ആ ഷീറ്റിലേക്ക് എഴുതുക. ബിഗ് ബാങ് തിയറി എന്താന്ന് പോലും അവന് ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും നമ്മളുടേതായ ലാംഗ്വേജിൽ അവനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല. അവൻ്റെ ലെവലിൽ നിന്ന് മാത്രമേ, അവൻ്റെ അത്രയും വ്യക്തമായിട്ടുള്ള വാക്കുകളിലൂടെ മാത്രമേ അവന് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ നമ്മളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് പലപ്പോഴും പലവടെയായിട്ട് നമുക്ക് വാക്കുകൾ കിട്ടാതെയോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റാതെയോ നമ്മൾ സ്റ്റക്കായി പോകാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ നമുക്ക് നമ്മൾ പഠിച്ചതിൽ ഒരു ഡൗട്ട് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ പുസ്തകം തുറന്ന് നോക്കാം. നമുക്ക് എപ്പോഴാണോ കോൺഫിഡൻ്റ് ആയിട്ടും അവൻ്റെ ലാംഗ്വേജിൽ അത്രയ്ക്ക് വ്യക്തമായിട്ട് അവനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്നത് അത്രയും നമ്മളത് പഠിക്കുക. പക്ഷേ നമ്മൾ നമ്മളുടേതായ വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് 1-2 പ്രാവശ്യം വായിക്കുമ്പോഴേക്കും അതിനെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി അടുത്തതായിട്ട് 4ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നമ്മളെ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ അതിനെ പറ്റിയിട്ടുള്ള, അതായത് നമ്മൾ പഠിക്കുന്ന കാര്യത്തിനെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ ടേംസും ഡാറ്റാസും വേർഡ്സും ഒക്കെ നമ്മൾ മുമ്പെടുത്ത ആ പേപ്പറിൽ തന്നെ ഒരു വശത്തായിട്ട് എഴുതുക. അതിനെ നമ്മൾ പാരഗ്രാഫ് ആക്കിയിട്ടോ സെന്റൻസ് ആക്കിയിട്ടോ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സിമ്പിൾ പോയിന്റ്സ് ആക്കി എഴുതിയാൽ മതിയാവും. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞ ബിഗ് ബാങ് തിയറിനെ പറ്റിയിട്ട് തന്നെ പറയുകയാണെങ്കിൽ ഒരുപാട് വർഷമായിട്ട് സയന്റിസ്റ്റുകളെ ലോകം എങ്ങനെയാണ് ഉണ്ടായി എന്നുള്ളതിനെ പറ്റി റിസർച്ച് നടത്തിക്കൊണ്ടിരുന്നു. പക്ഷെ അത് അവര് എത്ര ശ്രമിച്ചിട്ടും അത് അവരെ കൊണ്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല. സെയിം ടൈം കോസ്മിക് മൈക്രോ റേഡിയേഷൻ എന്ന് പറഞ്ഞ മറ്റൊരു സംഭവത്തിനെ പറ്റി കൂടി അവർ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവരങ്ങനെ ആ സമയത്ത് ആ സ്ഥലത്ത് നിന്ന് നോക്കിയ സമയത്ത് അവർക്ക് ലോകത്തിന് ഒരു റെഡ് കളറിലായിട്ടാണ് കാണാനായിട്ട് പറ്റിയത്. അതായത് അങ്ങനെ വീക്ഷിക്കുന്ന സമയത്ത് അവർക്ക് റെഡ് കളറിലാണ് ലോകത്തിന് കാണാനായിട്ട് പറ്റുന്നത് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ലോകം എക്സ്പാൻഡ് ആയി കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. അതിനു പകരം അവർക്ക് കാണാനായിട്ട് പറ്റിയത് ബ്ലൂ കളറിലാണെന്നുണ്ടെങ്കിൽ ലോകം ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് അതിനർത്ഥം. ഇതെങ്ങനെയാണ് ലോകം ഇങ്ങനെ എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ 13.7 ബില്യൺ ഇയേഴ്സിന് മുമ്പായിട്ട് ഒരു കല്ലുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ഈ കാണുന്നത് പോലുള്ള ലോകമൊന്നുമില്ല, വെറും ഒരു കല്ല് മാത്രം.
മാത്രം. അങ്ങനെ ഒരു ദിവസം ആ കല്ലിലെ എന്തോ ഒരു സംഭവം വന്ന് ഇടിക്കാനായിട്ട് ഇടയുണ്ടായി. അങ്ങനെ ഇടിച്ച സമയത്ത് ആ കല്ല് ചെറിയ ചെറിയ പീസായിട്ട് പൊട്ടിത്തെറിച്ചു. അങ്ങനെ പീസായിട്ട് പൊട്ടിത്തെറിച്ച സംഭവമാണ് നമ്മൾ ഇന്ന് പറയുന്ന ഗാലക്സി, ആസ്ട്രോയിഡ്, മെട്രോയിഡ്, പ്ലാനറ്റ് എന്നൊക്കെ പറയുന്നത്. സോ അങ്ങനെ അതിൽ നിന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന നമ്മുടെ ഭൂമിയൊക്കെ ഉണ്ടായത്. അങ്ങനെ പൊട്ടിത്തെറിച്ച അങ്ങനെ പീസായിട്ട് പൊട്ടിത്തെറിച്ച ആ കല്ലാണ് ഇന്ന് എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ നോക്കിയ സമയത്ത് അവർക്ക് റെഡ് കളറിൽ ഒരു റെഡ് ഷിഫ്റ്റ് കാണാനായിട്ട് പറ്റിയത്. സോ ഇതിലൂടെയാണ് ഇങ്ങനെയാണ് ലോകം ഉണ്ടായി എന്നാണ് ബിഗ് ബാങ് തിയറിയിൽ പറയുന്നത്. സോ ഇതിലുള്ള മെയിൻ ആയിട്ടുള്ള വേർഡ്സും ഡാറ്റാസും ഒക്കെ ഈ 4ാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അതായത് 13.7 ബില്യൺ ഇയേഴ്സിന് മുമ്പ് 1949 കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നെന്ന് ചോദിക്കുകയാണെങ്കിൽ കോസ്മിക് മൈക്രോ റേഡിയേഷനെ പറ്റി റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതിനെപ്പറ്റി കണ്ടുപിടിക്കാനായിട്ട് ഇടയാവുന്നത്. അതായത് ആദ്യം ഒരു ആറ്റം പോലെ വലിയൊരു കല്ലുണ്ടായിരുന്നു, അതിൽ വലിയൊരു എക്സ്റ്റേണൽ ഫോഴ്സ് വന്ന് ഇടിച്ച സമയത്ത് അത് പീസായി തെറിച്ചു പോകാനായിട്ട് ഇടയുണ്ടായി. ഇതുപോലെ നമുക്ക് പഠിക്കേണ്ട കാര്യം എന്താണോ അതിനെ പറ്റിയിട്ടുള്ള അതിന്റെ മെയിൻ ആയിട്ടുള്ള വേർഡ്സും വർഷങ്ങളും അതുപോലെ തന്നെ വ്യക്തികളുടെ പേരും ഒക്കെ അവസാനത്തെ പോയിന്റിലാക്കി എഴുതുക. അങ്ങനെ നിങ്ങളുടെ ലാംഗ്വേജിലാക്കി നിങ്ങൾ എഴുതിയ ആ പേപ്പർ ഒരു 1-2 പ്രാവശ്യം എടുത്ത് ഒന്ന് വായിച്ചു നോക്കുക. അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ തന്നെ അതിനെപ്പറ്റി നമ്മളുടെ അടുത്ത് എപ്പോൾ ആര് എന്ത് ചോദിച്ചാലും എത്ര മാസങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും അത് നമ്മളുടെ ഓർമ്മയിലുണ്ടാവും. നോർമലായിട്ട് നമ്മൾ 10-15 പ്രാവശ്യം വായിച്ചു പഠിക്കുന്നത് ഇതുപോലെ ഈ പറഞ്ഞ രീതിയിൽ 1-2 പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മതിയാവും. അപ്പോഴേക്കും അത് നമ്മളുടെ ബുദ്ധിയിൽ ഉറച്ചിട്ടുണ്ടാവും. സോ ഇതാണ് ഫെയ്ൻമാൻ ടെക്നിക്കിൽ പറയുന്ന കാര്യം. സോ നിങ്ങൾക്കിത് ഏത് സബ്ജക്റ്റ് പഠിക്കാനായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാനായിട്ട് പറ്റും. പരീക്ഷയ്ക്ക് മാത്രമല്ല, നമ്മൾ ഏതെങ്കിലും ഒരു പുസ്തകം വായിക്കുന്ന സമയത്ത് പോലും നമുക്ക് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. സോ പരീക്ഷ എഴുതാനായിട്ട് പോകുന്ന എല്ലാവർക്കും വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ അക്ഷയ്.